പ്രിയപ്പെട്ടവരെ, മംഗളവാർത്താക്കാലം രണ്ടാം ഞായറാഴ്ചയാണ്. നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകം കണ്ട ഏറ്റവും മഹത്തായ ആ ജനനത്തെ നമ്മൾ ഓർക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ആഘോഷമായ ക്രിസ്മസിന് വേണ്ടി ആത്മീയവും ശാരീരികവും ഭൗതികമായ രീതിയിൽ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലമാണല്ലോ ഇത്. ഈ കാലത്ത് തിരുസഭ ധ്യാനിക്കാനായി നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗമാണ്. ആ ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ലൂക്കാ സുവിശേഷകൻ ഇങ്ങനെ ഈ ഭാഗം തുടങ്ങുന്നതിന് പ്രത്യേകമായ ഒരു ഉദ്ദേശമുണ്ട്. സ്നാപകയോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണല്ലോ ഇതിനു മുമ്പുള്ള ഞായറാഴ്ച നാം ധ്യാനിച്ചത്. അതിനുശേഷം ഈശോയുടെ ജനനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അതിന് തുടർച്ചയുണ്ടാകാൻ വേണ്ടിയാണ് ഈ സുവിശേഷ ഭാഗം ഇങ്ങനെ തുടങ്ങുന്നത്. 6-ാം മാസം എന്ന് പറഞ്ഞ്. 6-ാം മാസം എന്ന് പറഞ്ഞാൽ സക്കറിയ എന്ന പുരോഹിതന് ഗബ്രിയേൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് 6-ാം മാസമാണ്, അഥവാ എലിസബത്തിന്റെ 6-ാം മാസമാണ്. അങ്ങനെ ശാരീരികമായ ഒരു ക്രമത്താൽ തന്നെ ഈശോയും സ്നാപകയോഹന്നാനും തമ്മിലുള്ള ബന്ധം ലൂക്കാ സുവിശേഷൻ എടുത്തു കാണിക്കുകയാണ്. ഇളയമ്മയുടെ മകനാണല്ലോ സ്നാപകൻ. ആ അർത്ഥത്തിൽ മാതാവിൻ്റെ, ഈശോയുടെ അമ്മയായ മറിയത്തിൻ്റെ സഹോദരനാണ് സ്നാപകയോഹന്നാൻ. എന്നാൽ ശാരീരികമായി ഭൗതിക തലത്തിൽ ഈ സാമ്യമുള്ളപ്പോൾ തന്നെ ഈശോയും സ്നാപകയോഹന്നാനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സ്നാപകയോഹന്നാൻ പുരോഹിതന്റെ മകനാണ്. ലേവി ഗോത്രത്തിൽ പെട്ട സക്കറിയ എന്ന പുരോഹിതന്റെ മകനാണ് സ്നാപകയോഹന്നാൻ. സ്നാപകയോഹന്നാൻ പുരോഹിതനാണ്. എന്നാൽ ഈശോ ദാവീദിന്റെ വംശത്തിൽ പിറന്നയാളാണ്, യൂദയ ഗോത്രത്തിൽപ്പെട്ടയാളാണ്. ജനനത്താൽ തന്നെ ഈശോ രാജാവാണ്. ഇതാണ് ഇവർ തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം. എന്നാൽ ഈശോ ദൈവിക ക്രമത്തിൽ നിത്യപുരോഹിതനാണ്. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള നിത്യപുരോഹിതനാണ്. അത് ഹെബ്രായ ലേഖനകർത്താവാണ് വളരെ വ്യക്തമായി പറയുന്നത്. ഇക്കാര്യങ്ങളൊക്കെയും ആരെക്കുറിച്ച് പറഞ്ഞുവോ അവൻ മറ്റൊരു വംശത്തിൽപ്പെട്ടയാളാണ്, യൂദയ വംശത്തിൽ പിറന്നവനാണ്. യൂദയ വംശത്തിൽ നിന്ന് ഇതുവരെ ആരും ബലിപീഠത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. അതിനുശേഷം ഹെബ്രായ ലേഖനകർത്താവ് പറയാണ്, എന്നാൽ ദൈവത്തിൻ്റെ അനശ്വരമായ ശക്തിയുടെ ക്രമത്താൽ അവൻ നിത്യപുരോഹിതനാകുന്നു. ഭൗമിക ക്രമമനുസരിച്ചായിരുന്നെങ്കിൽ അവൻ പുരോഹിതനെ ആകുമായിരുന്നില്ല. ഇനി മാതാവുമായിട്ട് ബന്ധപ്പെട്ടും ഒരു പുരോഹിത പാരമ്പര്യം നമുക്ക് കാണാനാവും. ആ പേരിൽ തന്നെ മറിയം എന്ന പേര് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് പുറപ്പാടിൻ്റെ പുസ്തകത്തിലാണ്. അവിടെ പുരോഹിതനായ അഹറോന്റെ സഹോദരിയാണ് മറിയം. ഈ മറിയമാണ് ജനങ്ങളെ പ്രാർത്ഥനാ ഗീതങ്ങൾ ആലപിച്ച് നയിക്കുന്നത്. അങ്ങനെ മറിയം എന്ന പേരിന് പുരോഹിത വംശവുമായിട്ട് ഒരു ബന്ധമുണ്ട്. ഇനി നമുക്ക് മാലാഖയുടെ സംജ്ഞയിലേക്ക് വരാം, മാലാഖയുടെ സംബോധനയിലേക്ക് വരാം. ഗബ്രിയേൽ ദൈവദൂതൻ പുതിയ നിയമത്തിന് മുമ്പ് പഴയ നിയമത്തിൽ ആർക്കെങ്കിലും പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നെങ്കിൽ അത് ദാനിയേലിനാണ്. ദാനിയേലിന് സായാഹ്ന ബലിയുടെ സമയത്ത് ദാനിയേലിൻ്റെ പക്കൽ വന്നിട്ട് ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞിട്ട് പോവുകയാണ്, ദാനിയേൽ നിന്നെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. പിന്നീട് സക്കറിയായ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് മാതാവിന് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് മാതാവിൻ്റെ പേര് പോലും ഈ ദൈവദൂതൻ വിളിക്കുന്നില്ല എന്ന് നമ്മൾ കാണുന്നു. മറിച്ച് ഒരു സംജ്ഞ കൊണ്ട് മാതാവിനെ, മറിയത്തെ സംബോധന ചെയ്യുകയാണ്. ബൈബിളിൽ അങ്ങനെ ഒരാളുടെ പേര് വിളിക്കാതെ ദൈവദൂതൻ സംജ്ഞ കൊണ്ട് സംബോധന ചെയ്യുന്ന ഏക സന്ദർഭമാണിത്. കൃപ നിറഞ്ഞവളെ സുസ്തി, ദൈവസന്നിധി നീ കൃപ കണ്ടെത്തിയിരിക്കുന്നുവെന്നാണ് ഗബ്രിയേൽ ദൈവദൂതൻ പറയുന്നത്. അപ്പോൾ മാതാവ് പിന്നീട് ആ സംഭവങ്ങളെല്ലാം അതിനുശേഷം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നു, അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു എന്ന് പറയുന്നു. അതിനെ നമുക്ക് ഒരുപക്ഷെ ഇങ്ങനെ വ്യാഖ്യാനിക്കുക കൂടി ചെയ്യാം. ദൈവത്തിൻ്റെ പദ്ധതിക്ക് തന്നെ സമർപ്പിക്കുന്ന ക്ഷണത്തിൽ മാതാവ് മറിയം
എല്ലാ വിശുദ്ധരെക്കാളും മാലാഖമാരെക്കാളും അത്യുന്നത സ്ഥാനത്തേക്ക് ഉയർന്നു. ദൈവത്തിന് തൊട്ടു താഴെ ആയിട്ട് മാത്രമുള്ള സ്ഥാനത്തേക്ക്, മനുഷ്യ വ്യക്തികളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിലേക്ക് പോയി. അതുകൊണ്ടാണ് ഇനി മുതൽ ഈ അമ്മയുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്നതിനാൽ ഗബ്രിയേൽ ദൈവദൂതൻ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് മറഞ്ഞു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രായോഗിക പാഠങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ പ്രായോഗിക പാഠം മാലാഖയുടെ സംബോധന തന്നെയാണ്. കൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ, ദൈവസന്നിധി നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും കൃപ നിറഞ്ഞയാൾ എന്ന് പറയുമോ? പെരുമ്പിടവൻ ശ്രീധരൻ്റെ സങ്കീർത്തനം പോലെ എന്ന നോവലിൽ പറയുന്ന പോലെ, ഇതാ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള മനുഷ്യൻ എന്ന് ആരെങ്കിലും നമ്മളെക്കുറിച്ച് പറയുമോ? നമ്മൾ പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപ സംഭവിച്ചു പോകുന്ന ആളുകളായിട്ട് ആർക്കെങ്കിലും തോന്നുമോ? ഒരു ഗ്രഹനാഥൻ എന്ന നിലയ്ക്ക്, ഗ്രഹനാഥ എന്ന നിലയ്ക്ക്, സഹോദരങ്ങൾ എന്ന നിലയ്ക്ക്, നേതാക്കന്മാർ എന്ന നിലയ്ക്കൊക്കെ നാം ദൈവകൃപ ഉള്ളിൽ വഹിച്ച് നടക്കുന്നവരായിട്ട് മാറുന്നുണ്ടോ? നാമൊക്കെ പലപ്പോഴും നമ്മെ പലപ്പോഴും മറ്റുള്ളവർ ബിസിനസ്സുകാരും എക്സിക്യൂട്ടീവ്സും പൊളിറ്റീഷ്യൻസും ഒക്കെ ആയിട്ടല്ലേ കാണുന്നത്. എപ്പോഴാണ് മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ ആദരമർപ്പിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ദൈവ ചൈതന്യമുണ്ട് എന്ന തോന്നലിൽ നിന്നല്ലേ? ആ ചൈതന്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ സമീപത്ത് നിന്ന് ആളുകൾ ഓടിയകലെന്ന് നമ്മൾ കാണും. നമ്മളെ മറ്റുള്ളവർ ഭയപ്പെട്ടു പോകുന്നു. ഞാൻ ഓർക്കുന്നത്, ഒരു കോളേജ് യുവാവിൻ്റെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ വന്ന് പറഞ്ഞതാണ്. അച്ഛൻ സങ്കടത്തോടെ പറയുകയാണ്, അച്ഛാ, എനിക്കെൻ്റെ മകനെ കാണുമ്പോൾ ഭയം തോന്നുന്നു. എൻ്റെ ഭാര്യയ്ക്കും, ഞങ്ങൾക്ക് ഏക മകനാണ്. അവനെ ഞങ്ങൾ കാര്യമായിട്ട് വളർത്തി. പക്ഷേ ഇപ്പോൾ അവനെ ഞങ്ങൾക്ക് പേടിയാണ്. അവൻ ഞങ്ങളെക്കാൾ ഒരുപാട് വളർന്നിരിക്കുന്നു. ഒരു തവണ എനിക്ക് പനിയും ജലദോഷവും ഒക്കെ ആയിട്ട് 2-3 ദിവസം ഞാൻ വിശ്രമിച്ച സമയത്ത് അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, എനിക്ക് സഹിക്കാനാവുന്നില്ല അച്ഛാ. അവൻ പറയുകയാണ്, കുറേ നാളായല്ലോ ഇങ്ങനെ കിടക്കുന്നത്, എഴുന്നേറ്റ് പോയി പണി ചെയ്തുകൂടെ എന്ന് എന്നോട് പറഞ്ഞുവെന്ന് സങ്കടത്തോടെ ഈ അപ്പൻ പറയുകയാണ്. മക്കളെ കാണുമ്പോൾ ഭയക്കുന്ന മാതാപിതാക്കൾ, അതേസമയം മറ്റൊരു കുട്ടിയുടെ അച്ഛനും അമ്മയും വരികയാണ്. അപ്പനും പപ്പയും മമ്മിയും കൂടെ വരുന്നു. പപ്പ മമ്മി എന്നാണ് അവൻ വിളിക്കുന്നത്. വരുന്ന സമയത്ത് ഈ അപ്പനും അമ്മയും ചോദിക്കുകയാണ്, എന്തെങ്കിലും ഉഴപ്പ് ഇവനുണ്ടോ? അപ്പോൾ അവനെ പഠിപ്പിക്കുന്ന ടീച്ചർ പറയുന്നു, അയ്യോ, മാലാഖയെ പോലൊരു പയ്യനാണവൻ, ഈ സെയിൻചെലിക് എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലുള്ള ചോദ്യം അത് തന്നെയാണ്. നമ്മൾ ഉള്ളിൽ ദൈവബോധം സൂക്ഷിക്കുന്നവരാണോ? മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ ആശ്വാസം തോന്നണം എന്ന ചിന്ത നമുക്കുണ്ടോ? അതോ നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർ ഭയപ്പെടണം എന്ന രീതിയിലാണോ നമ്മൾ? രണ്ടാമത്തെ നമ്മുടെ മുമ്പിലുള്ള പ്രായോഗികമായിട്ടുള്ള ചോദ്യം ഇതാണ്, പാഠം ഇതാണ്. മാലാഖ മറിയത്തോട് പറയുന്നതാണ്, ദാവീദിൻ്റെ സിംഹാസനം അവന് ദൈവമായ കർത്താവ് നൽകും. യാക്കോബിൻ്റെ സിംഹാസനം ഭവനത്തിന്മേൽ അവൻ ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ കണ്ടു. മൈത്രയൻ എന്ന് പറയുന്ന നിരീശ്വരവാദിയുടെ വീഡിയോ ആണ്. കനി കുസൃതിയുടെ അച്ഛൻ, സിനിമാ നടിയുടെ അച്ഛൻ, എതിർച്ചയാ കണ്ട ഒരു വീഡിയോയിൽ പക്ഷെ ഒരു രംഗം വല്ലാതെ ആകർഷിച്ചു. അദ്ദേഹം മറ്റുള്ളവരോട്, മറ്റ് ചില മതവിശ്വാസികളോട് തർക്കത്തിലേർപ്പെടുകയാണ്. പക്ഷെ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുവിൻ എന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ ഒരു വാക്യമെങ്കിലും താങ്കളുടെ ഗ്രന്ഥത്തിലുണ്ടോ എന്ന് ചോദ്യം. നോക്കൂ, ഒരു നിരീശ്വരവാദിക്ക് പോലും തൻ്റെ തർക്കത്തിൽ ഈശോയെ, മിശിഹായെ കൂട്ടുപിടിക്കേണ്ടി വരുന്നു. മാലാഖ പറയുന്നു അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 16:16 ഈശോ ശിഷ്യന്മാരോട് പറയുന്നില്ല, ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. മറ്റൊരു സമയത്ത് വായിച്ച ഒരു ലേഖനമാണ്, ആരാണ് എഴുതിയെന്നുള്ള
മറന്നുപോയി. ആ ലേഖനം പറയുന്നു സെക്കുലർ വാല്യൂസ് എന്ന് പറയുന്ന ഒരു വാല്യൂ ഇല്ല. എല്ലാ മൂല്യങ്ങളും പഠിപ്പിച്ചത് ഗുരുക്കന്മാരാണ്. അല്ലാതെ വെറുതെ എവിടെ നിന്നെങ്കിലും അങ്ങനെ ഒരു മൂല്യം ഉണ്ടാകുന്നില്ല. ഗുരുക്കന്മാരാണ് മൂല്യങ്ങൾ പഠിപ്പിച്ചത്. മതേതര മൂല്യങ്ങൾ എന്ന് പറയുന്ന ഒരു മൂല്യമില്ല. ആ ലേഖനം പറയുന്നു മതേതര മൂല്യങ്ങൾ ഭൂരിഭാഗവും കോപ്പിയടിക്കപ്പെട്ടതാണ്. അതിൻ്റെ ഭൂരിഭാഗവും ക്രൈസ്തവ മൂല്യങ്ങളാണ്. യൂറോപ്പിലാണ് സോഷ്യലിസം പടർന്നത്. സോഷ്യലിസം പടരുമ്പോൾ ആ മണ്ണിൽ ക്രൈസ്തവ മൂല്യങ്ങൾ രൂഢമൂലമായിരുന്നു. തോടുമാറ്റിയ മുട്ട പോലെയാണത്. ക്രൈസ്തവീയതയുടെ ആവരണം മാറ്റിയിട്ട് ആ മൂല്യങ്ങൾ എടുത്തിട്ട് മതേതര മൂല്യങ്ങൾ എന്ന് അവതരിപ്പിക്കുകയാണ്. മിശിഹായുടെ പ്രബോധനങ്ങൾ, സെർമൺ ഓൺ ദ മൗണ്ട്, ഇതിലെ സാരസംഗ്രഹങ്ങളാണ് ഈ സെക്കുലർ വാല്യൂസ് എന്ന് പറയുന്ന ഈ മൂല്യങ്ങളുടെ അടിസ്ഥാനം. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, നേതാവാകാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷകനാകട്ടെ, കാല് കഴുകുന്ന ഭാവം, ദരിദ്രനെ സഹായിക്കുമ്പോൾ ദൈവത്തെ സഹായിക്കുന്നു എന്ന് പറയുന്നത്, ധൂർത്തപുത്രന് ഉപമ, തെറ്റിപ്പോയവനും തിരിച്ചു വരാമെന്ന് പറയുന്നത്. ഇങ്ങനെ എത്രയോ പ്രബോധനങ്ങൾ, ബൈബിളിൻ്റെ പ്രബോധനങ്ങൾ, നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, സ്നേഹം എന്നിവയാണ് പ്രധാനപ്പെട്ടത്. ഈശോയുടെ പ്രബോധനങ്ങളാണ്. സമത്വം, സാഹോദര്യം, സ്നേഹം, ഇതിനെല്ലാം സ്ത്രീ സ്വാതന്ത്ര്യം, ഇതിനെല്ലാം വിവാഹം, ജനാധിപത്യ ക്രമങ്ങൾ, ഇതിനൊക്കെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്ന ഹൈന്ദവനായിട്ടുള്ള സാഹിത്യകാരൻ പറയുന്നത് ക്രിസ്തുവിനേക്കാൾ വലിയൊരു ഗുരുവില്ല. അതുകൊണ്ടല്ലേ AR റഹ്മാൻ ഒരിക്കൽ മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ആരെയാണ് കാണാൻ താങ്കൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പൊടുന്നനെ AR റഹ്മാൻ പറയുകയാണ്, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് വിൽ കം അഗെയിൻ, ഐ വാണ്ട് ടു സീ ഹിം. ഇങ്ങനെ പറയപ്പെടുന്നല്ലോ, ക്രിസ്തു വീണ്ടും വരുമെന്ന്, എനിക്ക് അവനെ കാണണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്, ക്രിസ്തുവിൻ്റെ ഈ രാജ്യം, ആ രാജ്യത്തിൻ്റെ എന്നേക്കുമുള്ള നിലനിൽപ്പിന് ഞാൻ എന്ത് സംഭാവനയാണ് ചെയ്യുന്നത്? എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ രാജ്യത്തെ ഞാൻ വളർത്തുന്നത്? കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പോസ്റ്റർ കണ്ടു, ട്രെയിലർ കണ്ടു. അതിൽ ഇങ്ങനെയാണ്, അതിൻ്റെ ക്യാപ്ഷൻ തന്നെ ഇങ്ങനെയാണ്, മോസ്റ്റ് ക്രൂവലസ്റ്റ് ഫിലിം. മലയാള സിനിമയിൽ ഇറങ്ങുന്നതിൽ ഏറ്റവും ക്രൂരമായ, ഭീകരമായിട്ടുള്ള സിനിമയാണത്രേ. അത് പറഞ്ഞിട്ടാണ് ഈ സിനിമയുടെ പ്രചരണം. അത് ആ ആ ആ പടത്തിന് താഴെ ക്രൈസ്തവ നാമധാരികളായ യുവജനങ്ങൾ ഇട്ടിരിക്കുന്ന കമൻറ്റുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകുന്നു. കമൻറ്റുകൾ ഇതാണ്, കിടു, തീ, പൊളിസാനം. ഇതൊക്കെ യുവജനങ്ങളുടെ ഭാഷയാണ്. നോക്കുക, ക്രൂരമായിട്ടുള്ള സിനിമയെന്ന് പറയുമ്പോൾ അതിൻ്റെ പോസ്റ്റർ തന്നെ നായകൻ ഒരാളുടെ തല വെട്ടിയിട്ട് തലയുടെ തലമുടി പിടിച്ച് ആ തലയുമായിട്ട് പോവുകയാണ്. എന്നിട്ട് അയാളുടെ വായിൽ കത്തി ഇറക്കി ചോര ചീറ്റുന്ന ഒരു വികൃതമായ, അത്യധികം നികൃഷ്ടമായിട്ടുള്ള ഒരു പോസ്റ്റർ മലയാളത്തിൽ ഇങ്ങനെ ചിലർ ആ സമയത്ത് ഇടുന്നുണ്ട്. ഈ സിനിമയുടെ സംവിധായകൻ്റെയും ഇതിൻ്റെ രചയിതാവിൻ്റെ മാനസിക നില പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഒരു സിനിമയെക്കുറിച്ച് അങ്ങനെ മദ്രാസ് ഹൈക്കോടതി കേസ് വരെ ഫയൽ ചെയ്തു ഇവരുടെ മാനസിക നില കാരണം തുടർച്ചയായ കൊലപാതകങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതിന് ക്രൈസ്തവ യുവജനങ്ങൾ ഇട്ടിരിക്കുന്നത് നോക്കൂ. ഈശോയുടെ രാജ്യത്തിന് എതിർസാക്ഷ്യം നൽകുന്നു. സ്നേഹവും കരുണയും സാഹോദര്യവും സമത്വവും ഒക്കെ മാറ്റി അക്രമവും പൈശാചികതയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ തലമുറ അധപതിക്കുന്നുണ്ടോ എന്നും നാം പരിചിന്തനം നടത്തേണ്ട. ഈശോയുടെ ജനനത്തിൽ വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് മാലാഖ കൊടുക്കുന്ന ആ മഹനീയമായ പ്രത്യാശയുടെ വാഗ്ദാനം, അത് നമ്മുടെ മനസ്സിനെ ഭരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ രാജ്യം, ആ സ്നേഹത്തിൻ്റെ രാജ്യം എല്ലാവരിലേക്കും പടർത്താൻ, വളർത്താൻ ഉള്ള കൃപയ്ക്കായിട്ട് ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.